നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. 24 എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. ശിക്ഷാവിധി ഇളവ് ചെയ്ത ഗുജറാത്ത് സർക്കാർ ഉത്തരവ് റദ്ദാക്കി. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. 11 പ്രതികളും തിരികെ ജയിലിലേക്ക് മടങ്ങണം. മുറിവേൽപ്പിച്ച് മനുഷ്യരെ ഉയർപ്പിക്കാനാവില്ലെന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വിധിവാചകം ഉദ്ധരിച്ചാണ് ജസ്റ്റിസ് BN നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. ഗുജറാത്ത് സർക്കാർ ബിൽക്കിസ് ബാനുവിന് സംരക്ഷണവും നഷ്ടപരിഹാരവും നൽകണമെന്ന് കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ട്, സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന നേരിയ പ്രതീക്ഷ വിധി നൽകുന്നുവെന്നും സുഭാഷിണി അലി 24നോട് പറഞ്ഞു. It is a day when many of us are feeling reassured that women can hope for some justice, but at the same time we are very conscious of the very powerful forces that are using everything that they have to deny women justice. ബിൽക്കിസ് ബാനു കേസിൽ കോടതി വിധിയെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ. ജുഡീഷ്യറി തീരുമാനിക്കുന്ന കാര്യം എല്ലാവരും അംഗീകരിക്കണമെന്നും DK ശിവകുമാർ പറഞ്ഞു. No, I don't want to comment on such issues. Ultimately, it is the judiciary. One has to accept whatever the court gives a decision. Let any politicians or let any government not intervene. Ultimately, it is the law of this country which prevail, and it is the courts. We all have to respect the orders of the court. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്ന രാധാകൃഷ്ണനാണ്. ആർക്കെ ഏറെ വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ കേസ്. പ്രതികൾക്ക് ഗുജറാത്ത് സർക്കാർ അനുകൂല്യമായി നിൽക്കുന്നു, അതേപോലെ തന്നെ 1500 ദിവസത്തോളം പരോൾ അനുവദിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് നിർണായകമായ സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. 11 പ്രതികളും ജയിലിലേക്ക് മടങ്ങണമെന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ ലഭ്യമാണോ? ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള നടപടികൾ? ഈ 11 പ്രതികളും കോടതി അവർക്ക് ലഭിച്ച ശിക്ഷാ ഇളവ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഘട്ടത്തിലും ജയിലിന് പുറത്ത് നിന്ന് മഹാരാഷ്ട്ര സർക്കാരിന് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ, ഈ വിടുതലുമായി ബന്ധപ്പെട്ട പുതിയ അപേക്ഷ സമർപ്പിക്കാനാണ് താല്പര്യപ്പെട്ടത്. ആ ഘട്ടത്തിലാണ് സുപ്രീം കോടതി വളരെ കർശനമായിട്ടുള്ള ഭാഷയിൽ ഈ 13 പ്രതികളും ജയിലിലേക്ക് മടങ്ങണം എന്ന നിലപാട് സ്വീകരിച്ചത്. ഈ കേസിൽ സുപ്രീം കോടതിയെ സംബന്ധിച്ച് കോടതി ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ നിയമവിരുദ്ധതയാണ്. ഒരു സംസ്ഥാനത്ത് നടന്ന വിചാരണ, ആ സർക്കാരാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ, ഈ വിടുതലടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. ആ സർക്കാരിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഉള്ള തീരുമാനം ഗുജറാത്ത് സർക്കാർ കൈക്കൊള്ളുന്നു. അത് നിയമവിധേയമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പിന്നീട് ശ്രമം ഉണ്ടാകുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മഹാരാഷ്ട്ര കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വിചാരണ ചെയ്ത് തീരുമാനം പ്രഖ്യാപിച്ചത്. ഈ ശിക്ഷാവിധി നൽകിയ വിചാരണ കോടതിയുടെ അറിവ് പോലും ഇല്ലാതെയാണ് ഈ പ്രതികൾക്ക് മാനസിക മനോപരിവർത്തനമുണ്ടായി എന്ന ന്യായം കണ്ടെത്തി മോചനം അനുവദിച്ചത്. 1992 ഈ മാനസിക പരിവർത്തനം ഉണ്ടായ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നയം മുൻനിർത്തിക്കൊണ്ടാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിടുതൽ നടപടികൾ ഉണ്ടായത്. പക്ഷേ ആ നയത്തിൽ വളരെ കൃത്യമായിട്ട് പിന്നീട് ചൂണ്ടിക്കാട്ടപ്പെടുകയുണ്ടായി. ബലാത്സംഗം അടക്കമുള്ള ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഭാഗമായിട്ടുള്ള കുറ്റവാളികൾക്ക് ഈ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആനുകൂല്യം അത് ലഭ്യമാകരുത് എന്ന നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള നിലപാട് ഗുജറാത്ത് സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. അത് നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മാത്രമല്ല, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പ്രതികൾ നടത്തിയ ശ്രമത്തിന് ഗുജറാത്ത് സർക്കാർ നടത്തിയ കൂട്ടുനിൽപ്പ് അത് ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇത് ഗുരുതരമായിട്ടുള്ള സംശയങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2002 ഈ കേസ് ബിൽക്കിസ് ബാനുവിന് ഈ ക്രൂരകൃത്യത്തിന് ഇരയാകേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ ഈ വിഷയം സുപ്രീം കോടതി ഗുജറാത്തിൽ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ഘട്ടത്തിൽ അത് അന്വേഷണം CBIക്ക് കൈമാറാനും വിചാരണ നടപടികൾ മഹാരാഷ്ട്രയിലേക്ക് മാറ്റാനും തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം എന്തുകൊണ്ടും ഉചിതമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ തെളിവുകളും ഇതിനനുബന്ധമായി കോടതി മുമ്പാകെ എത്തിയ വസ്തുതകളും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഏതാണ്ട് 56 മിനിറ്റ് 20 സെക്കൻഡോളമാണ് ഈ വിധി പ്രഖ്യാപനം നീണ്ടു നിന്നത്. ഈ
വിധി പ്രഖ്യാപനം ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ജയിൽ പുള്ളികൾക്ക് അനധികൃതമായിട്ട് പല കേസുകളിലും ശിക്ഷാ ഇളവ് നൽകുന്നു എന്ന വിമർശനം അത് ഉത്തർപ്രദേശിലും കേരളത്തിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇന്ന് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിചാരണ കോടതി ജഡ്ജി അറിഞ്ഞിരിക്കണം ഈ ഇളവ് നൽകുന്ന ഘട്ടത്തിൽ ഈ മാനസിക പരിവർത്തനം ഉണ്ടായെങ്കിൽ അത് തീരുമാനിക്കാനായിട്ടുള്ള അവകാശം അത് ഈ വിചാരണ കോടതി ജഡ്ജിക്ക് കൂടിയാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതി എന്ന് പറയുന്നത് കോർട്ട് ഓഫ് റെക്കോർഡ് ആണല്ലോ. അപ്പോൾ ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന നിലയിൽ സുപ്രീം കോടതിയുടെ വിധി മറ്റു കോടതികൾ പലപ്പോഴും ഉദ്ധരിക്കുകയും മറ്റു കേസുകളിൽ വാദത്തിനായി ഉപയോഗിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ കേസിൽ അത്തരത്തിൽ കോർട്ട് ഓഫ് റെക്കോർഡായി മാറാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള ഹർജിയാണ് ബിൽക്കിസ് ബാനു സമർപ്പിച്ചത്. ഇതിന് അനുബന്ധമായിട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ പൊതുതാൽപര്യ ഹർജികളായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ അത് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിടുതലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നടപടികൾ എപ്രകാരമാകണം എന്നത് വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അത് വിചാരണ കോടതി ജഡ്ജിയുടെ കൂടി അനുവാദത്തോടു കൂടി ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കാം. ഒപ്പം ഇരയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട് വിടുതൽ നൽകുന്ന ഘട്ടത്തിൽ ഇരയ്ക്ക് ആ വിടുതൽ കൊണ്ട് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് അവൾ ഇരയാക്കപ്പെട്ട സമയത്ത് ഉള്ളതിന് തുല്യമാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ വളരെ കൃത്യമായിട്ടുള്ള പുനർവിചിന്തനം ഉണ്ടാകേണ്ടതാണ് എന്ന് കോടതി പറയുന്നുണ്ട്. പ്ലേറ്റോയുടെ ഉദ്ധരണി അടക്കം പറഞ്ഞുകൊണ്ട് ശിക്ഷ ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശിക്ഷ നൽകുന്നത് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് മുൻവിധിയൊന്നും ഇല്ല എന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ശിക്ഷ ഇളവിന് അർഹനാക്കപ്പെട്ട അയാൾ ഉചിതമായിട്ടുള്ള മാനസിക പരിവർത്തനത്തിന് വിധേയനായി സമൂഹത്തിൽ ഇനി ഏതെങ്കിലും വിധത്തിൽ അങ്ങനെയുള്ള ഹാനി ഉണ്ടാക്കാൻ പാകത്തിൽ ഉള്ള പരിശ്രമം അയാൾ നടത്തില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഏത് വിധത്തിലുള്ള രാഷ്ട്രീയ പരിഗണനയും ഇങ്ങനെയുള്ള വിടുതലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത് എന്ന് കോടതി പറയുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ചാണ് ഈ വിധത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. നമ്മുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിധത്തിലുള്ള മര്യാദകളെയും ഒപ്പം നിയമപരമായിട്ട് പിന്തുടരേണ്ട കീഴ്വഴക്കങ്ങളെയും ഒന്നും ബഹുമാനിക്കാൻ ആ ഘട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നു എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാധാകൃഷ്ണൻ. KSRTCയിൽ എല്ലാ മാസവും 10-നകം ശമ്പളം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ശമ്പളം 2 ഗഡുക്കളായി നൽകാൻ നിർദ്ദേശം. എല്ലാ മാസവും 10-നകം ആദ്യ ഗഡുവും 20-നകം രണ്ടാം ഗഡുവും നൽകണം. പുതിയ വിധി KSRTCയുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് S. ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിധിയുടെ വിശദാംശങ്ങൾ? ഈ KSRTCയുടെ ശമ്പള പ്രതിസന്ധി എന്നുള്ളത് പുതുമയുള്ള കാര്യം ആയിരുന്നില്ല. അത് മുൻപ് ഇരുന്ന മന്ത്രിയുടെ കാലഘട്ടത്തിൽ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും യൂണിയനുകൾ സമരവുമായി രംഗത്ത് വരികയും കോടതി കയറുകയും ഒക്കെ ചെയ്തതാണ്. നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു, ആഞ്ഞടിച്ചു എന്നൊക്കെ. ഇന്നിപ്പോൾ കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഇറക്കിയ ഒരു ഉത്തരവ് അവർ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇങ്ങനെയായിരുന്നു: 10-ാം തീയതിക്കകം മുഴുവൻ ശമ്പളവും നൽകണം. ഇതാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. പക്ഷേ അതൊന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച്. പകരം ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത് 10-ാം തീയതിക്ക് മുൻപ് ആദ്യ ഗഡു ശമ്പളവും 20-ാം തീയതിക്ക് മുമ്പ് രണ്ടാമത്തെ ഗഡു ശമ്പളവും നൽകിയാൽ മതി എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും KSRTCയുടെയും അപ്പീലുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്നത്. നിലവിൽ KSRTC സംബന്ധിച്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം 10-ാം തീയതിക്ക് മുൻപ് മുഴുവൻ ശമ്പളവും കൊടുക്കുക അസാധ്യമായ കാര്യമായിരുന്നു. KSRTCക്ക് ആശ്വാസകരമായ വിധിയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായത്. പക്ഷേ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ശമ്പളം കിട്ടുന്നത് 10-ാം തീയതിക്ക് മുൻപ് ഒരു ഗഡു കിട്ടും, പിന്നീട് 20-ാം തീയതിക്ക് മുൻപ് അടുത്ത ഗഡുവും കിട്ടും എന്നൊരവസ്ഥയിലേക്ക് എത്തും. അവർക്ക് എത്രത്തോളം അത് ഗുണകരമാകും, ആശ്വാസകരമാകും എന്നുള്ളത് സംശയമാണ്. കാരണം അത് അവർ തന്നെയാണ് ഇനി വ്യക്തമാക്കുകയും ചെയ്യേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ വീണ്ടും കോടതിയിലേക്ക് ഹർജികൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ടതില്ല. ശരി, KSRTC ജീവനക്കാർക്ക് ഇനി ശമ്പളം 2 ഗഡുക്കളായി 2 ഇൻസ്റ്റാൾമെന്റുകളായിട്ടായിരിക്കും കിട്ടുന്നത്. ഒന്ന് 10-ാം തീയതിയും മറ്റൊന്ന് 20-ാം തീയതി.
മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 1-2 സ്ഥാനത്തുള്ള കോഴിക്കോടും കണ്ണൂരും തമ്മിൽ വെറും 2 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. പാലക്കാടാണ് 3-ാം സ്ഥാനത്ത്. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അടുത്ത കലോത്സവ വേദി എവിടെയെന്ന പ്രഖ്യാപനം കൊല്ലത്തുണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. വിധി നിർണ്ണയങ്ങളിൽ അപാകത ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് വെച്ചും അടുത്ത എവിടെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടായിരുന്നു. കൊല്ലത്ത് വെച്ചും ആ പ്രഖ്യാപനം നടത്തുന്നില്ല. കാരണം ഈ കലോത്സവത്തിൻ്റെ അത്യുജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റവും പ്രാധാന്യം കണ്ടുകൊണ്ട് എല്ലാ ജില്ലക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ നടത്തിപ്പും മൊത്തത്തിൽ ഇതിൻ്റെ വിജയം എന്താണെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളത്. സമ്മാനം കിട്ടാത്തവർക്ക് പരാതി ഉണ്ടാവും. പരാതി കൊടുക്കാൻ അപ്പീലുണ്ട്. വിശദാംശങ്ങളുമായി അരുൺരാജാണ് ചേരുന്നത് കലോത്സവ നഗരിയിൽ നിന്ന്. അരുൺരാജ്, താരതമ്യേന പരാതികളും പരിഭവങ്ങളും ഒക്കെ കുറഞ്ഞ ഒരു കലോത്സവമായിരുന്നു അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്. പോയിന്റ് നില എങ്ങനെയാണ്? അടുത്ത വർഷത്തെ മത്സര വേദി അതെവിടെയായിരിക്കും എന്ന ഇത്തവണ പ്രഖ്യാപനം ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയാണ് ഇനിയുള്ളത്. ഒരു മത്സരത്തിന്റെ കൂടി ഫലം ആണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ഇപ്പോൾ കോഴിക്കോടാണ് 2 പോയിന്റിന് കണ്ണൂരേക്കാൾ മുമ്പിൽ നിൽക്കുന്നത്. 944 പോയിന്റുമായി കോഴിക്കോട് 1-ാം സ്ഥാനത്തും 942 പോയിന്റുമായി കണ്ണൂർ 2-ാം സ്ഥാനത്തും തുടരുകയാണ്. ഒരു മത്സരത്തിന്റെ ഫലം കൂടിയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. അതായത് മിനിറ്റുകൾക്കുള്ളിൽ ആ മത്സരഫലം കൂടി എത്തുമ്പോൾ ആരാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ കനക കിരീടം ആരണിയും എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും ഈ ആശ്രമ മൈതാനം തിങ്ങി നിറഞ്ഞ സദസ്സാണ്. സ്വാഭാവികമായും കൊല്ലത്ത് കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിലുള്ള ജനബാഹുല്യം നമുക്ക് പ്രകടമായിരുന്നു. ആ ജനബാഹുല്യം ഇന്ന് സമാപന ദിവസവും കാണാൻ കഴിയുന്നു. വൈകിട്ട് 5 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ക്ഷണിതാവായി ഈ വേദിയിലേക്ക് എത്തുന്നത് നടൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഈ വേദിയിൽ എത്തുന്നതോടുകൂടി സ്വാഭാവികമായും അത് മമ്മൂട്ടിയെ കാണാൻ കൂടിയുള്ള ജനം ഈ കലോത്സവ വേദിയിലേക്ക് എത്തുന്നുണ്ട്. ഈ കലോത്സവ വേദിയിൽ ആര് മുത്തമിട്ടാലും, ഈ കലോത്സവ വേദിയിൽ ഈ കനക കിരീടത്തിൽ ആര് മുത്തമിട്ടാലും അവർക്ക് മറ്റൊരു സമ്മാനം 24 കൂടി കരുതി വെച്ചിട്ടുണ്ട്. 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി. അത് ഈ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് നൽകുന്ന ചാമ്പ്യൻസ് ട്രോഫി. അത് 24ന്റെ വകയായി ഇത് ഒരു ദൃശ്യമാധ്യമം നൽകുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അത് ഇന്ന് ആ ദൃശ്യമാധ്യമം എന്ന 24 ആ കനക കിരീടം മുത്തമിടുന്ന ടീമിന് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി കൂടി നൽകുന്നു. അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളും സമാപന സമ്മേളനത്തിനായി പൂർത്തിയായി കഴിഞ്ഞു. വേദി 1-ൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പരിപാടികൾ അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ വേദി 1 പരിപൂർണമായി നിറഞ്ഞിരിക്കുകയാണ്. മത്സരം കഴിഞ്ഞ മത്സരാർത്ഥികളടക്കം ഈ സ്ഥലങ്ങളിലടക്കം ഇപ്പോൾ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 പോയിന്റ് വ്യത്യാസത്തിൽ ഇങ്ങനെ ആരാണ് ആ കനക കിരീടത്തിൽ മുത്തമിടുന്നത്, സ്വർണ്ണക്കപ്പ് ആർക്ക് എന്ന കാര്യത്തിൽ ഇങ്ങനെ അനിശ്ചിതത്വം തുടരുന്നു. ഒരു മത്സരത്തിന്റെ ഫലം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ശരി, ആർ അരുൺരാജാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിശദാംശങ്ങളുമായി എത്തിയത്. അല്പസമയത്ത് തിരുവനന്തപുരം പേരൂർക്കട ലോ അക്കാദമിയിൽ റാഗിംഗ് നടന്നതായി പരാതി. 1-ാം വർഷ നിയമ വിദ്യാർത്ഥിയായ അർജുനാണ് റാഗിംഗിനിരയായത്. കോളേജിൽ പരാതി നൽകാനെത്തിയ അർജുന്റെ മാതാവിനെയും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. മർദ്ദനമേറ്റ അർജുൻ ആലപ്പുഴ കരിയിലക്കുളങ്ങര സ്വദേശിയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എ.വി. ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, അപൂർവമായ ഒരു സാഹചര്യമാണല്ലോ, വിദ്യാർത്ഥി റാഗിങ്ങിനിരയായി അത് പരാതി പറയാൻ എത്തിയ മാതാവിനെയും മർദ്ദിക്കുന്നു എന്ന് പറയുന്നതൊക്കെ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഇന്നാണ് വിദ്യാർത്ഥിയുടെ മാതാവിന് ഇത്തരത്തിൽ ഒരു കൂട്ടം കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നത്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതി കോളേജിൽ നൽകാനാണ് വിദ്യാർത്ഥി 1-ാം വർഷ വിദ്യാർത്ഥിയായ അർജുൻ മാതാവിനെ കൂട്ടി കോളേജിലെത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പറ്റം വിദ്യാർത്ഥികൾ അർജുന്റെ മാതാവിന് നേരെയും അക്രമം അഴിച്ചുവിടുന്നത്. ശക്തമായ നിയമം സംസ്ഥാനത്ത് റാഗിങ്ങിനെതിരെ ഉള്ളൊരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു കലാലയത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുന്നത്. നിലവിൽ ഈ അർജുന്റെ മാതാവ് പേരൂർക്കട സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരിവിടെ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട പേരൂർക്കട പോലീസിൽ ഉൾപ്പെടെ മാതാവ് പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം റാഗിങ്ങുമായി ബന്ധപ്പെട്ട കേസും സ്വാഭാവികമായും പോലീസിന് എടുക്കേണ്ടി വരും. കോളേജിൽ മറ്റും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരാതി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ റാഗിംഗ് ഉൾപ്പെടെയുള്ള പരാതി, ഒപ്പം ഈ മാതാവിനെ മർദ്ദിച്ച വിഷയത്തിലും പെരൂർക്കട പോലീസ് കേസെടുക്കും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതികളുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും പെരൂർക്കട പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും വളരെ
വിഷമകരമായൊരു കാര്യമാണ്. കാരണം ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും വിദ്യാർത്ഥി ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ റാഗിങ്ങിന് ഇരയാകുന്നു, ഒപ്പം പരാതി നൽകാനെത്തിയ മാതാവിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. അതൊരു സർക്കാർ ഇത്രയും നിയമങ്ങൾ വെക്കുമ്പോഴും ഈ ഒരു കാര്യം നടക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഒപ്പം ഇതൊരു ലോ അക്കാദമിയിലാണ്, ഇത് നിയമം പഠിക്കുന്ന സ്ഥലത്താണ്, എല്ലാ നിയമങ്ങളും ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു അതിക്രമം നേരിടേണ്ടി വരുന്നു എന്നത് നിരാശാജനകമാണ്. ക്രിസ്റ്റീന, എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതിയിൽ FIR എടുക്കുമെന്നാണ് പേരൂർക്കട പോലീസ് അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ. 26 പെൺകുട്ടികളെ കാണാതായെന്ന ആരോപണം നേരിട്ട മധ്യപ്രദേശിലെ അനാഥാലയ നടത്തിപ്പുകാരൻ മലയാളിയായ വൈദികൻ റിമാൻഡിൽ. ഫാദർ അനിൽ മാത്യു ആണ് റിമാൻഡിലായത്. പെൺകുട്ടികൾ വീട്ടിൽ മടങ്ങിയെത്തിയിരുന്നു. അനാഥാലയത്തിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി ചേരുന്നത് R അച്യുതനാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ 26 പെൺകുട്ടികളൊക്കെ അനാഥാലയം വിട്ടു പോവുക എന്നത് പറയുന്നത് ഒരു അസാധാരണ കാര്യമാണ്. എന്തായിരുന്നു കാരണം? ഇപ്പോൾ ഈ ഫാദർ റിമാൻഡിലാണല്ലോ. ക്രിസ്റ്റിന, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ മിന്നൽ പരിശോധനയിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പ്രവർത്തിച്ചിരുന്ന ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഇത്തരമൊരു ക്രമക്കേട് കണ്ടെത്തുന്നത്. അന്ന് 26 പെൺകുട്ടികളെയാണ് കാണാതായത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ കാണാതായ 26 പെൺകുട്ടികളും അവരുടെ കുടുംബത്തോടൊപ്പം സുരക്ഷിതരാണെന്നുള്ള ആശ്വാസകരമായ വാർത്തയായിരുന്നു വന്നിരുന്നത്. ഈ കേന്ദ്രത്തിൽ ശിശു കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള അതൃപ്തി അത് ഈ കുട്ടികൾക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് കുട്ടികൾ അവിടം വിട്ട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ അന്ന് പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് ഫാദർ അനിൽ മാത്യുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ ഈ സ്ഥാപനത്തിന്, ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന അനാഥാലയത്തിന് ഒരു ലൈസൻസ് ഇല്ല. ഒപ്പം തന്നെ രജിസ്റ്റർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഒരു ഇത്തരം ശിശു ക്ഷേമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഇത് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഫാദർ അനിൽ മാത്യുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കർശന നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുന്നു. കാരണം ഈ ഒരു വിഷയത്തിന് പിന്നാലെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആരോപണമായിരുന്നു ഉയർത്തിയത്. ഈ BJP സർക്കാരിന് കീഴെ ഒരുപാട് അനധികൃത അനാഥാലയങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെയും ആവശ്യം. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം സർക്കാരിന് മുകളിൽ വരികയും സർക്കാർ ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് ഫാദർ അനിൽ മാത്യുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നതും തുടർന്ന് ഇതിൻ്റെ അന്വേഷണ ഭാഗമായി ഇപ്പോൾ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് R അച്യുതനാണ്. പാലക്കാട് ആലത്തൂരിൽ അഭിഭാഷകനോട് പോലീസ് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ DGPയോട് വിശദീകരണം തേടി ഹൈക്കോടതി. DGP ഓൺലൈനിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. പോലീസ് നടപടിയിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തി. SIയുമായുള്ള വാക്കേറ്റത്തെ തുടർന്ന് അഭിഭാഷകനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി ചേരുന്നത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, DGP ഓൺലൈനായി ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തോടെ ഹൈക്കോടതി ഈ കേസിനെ കാണുന്നുവെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ആലത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് ആലത്തൂർ SI ഒരു അഭിഭാഷകനെതിരെ രൂക്ഷമായ പദപ്രയോഗങ്ങളോടുകൂടി സ്റ്റേഷനുള്ളിൽ വെച്ച് അപമാനിക്കുന്ന സംഭവം ഉണ്ടായത്. ഒരു കേസിന്റെ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഷനിലേക്ക് എത്തിയതാണ് ഈ അഭിഭാഷകൻ. തുടർന്ന് ഇദ്ദേഹത്തെ ആ സ്റ്റേഷനുള്ളിൽ വെച്ച് അപമാനിക്കും വിധം തെറി വിളിക്കുകയും അതോടൊപ്പം തന്നെ ശകാരിക്കുകയും ഉറച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അഭിഭാഷകൻ കോടതിയെ ഇത് ധരിപ്പിക്കുകയും കോടതി മുൻപാകെ പരാതി നൽകുകയും ചെയ്തതാണ്. തുടർന്നാണ് ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇതിൽ കോടതി സർക്കാരിനോട്, പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. DGPയോട് നേരിട്ട് ഓൺലൈനിൽ ഹാജരായി ഇതിൽ വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ക്ലിപ്പ് വൈറലായതോടുകൂടിയാണ് ഈ അഭിഭാഷകൻ കോടതിയെ സമീപിക്കുന്നതും പിന്നീട് ഇത് വലിയ വിവാദമായി മാറുന്നതും. എന്തായാലും DGP നേരിട്ട് ഹാജരാകണം. ഒരു SI ഒരു അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിലാണ് DGP ഹാജരാകേണ്ടി വരുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണൻ, എന്താണ് പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്?
കൃഷ്ണ, സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം എന്നീ ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് ഈ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ 10-ാം തീയതി വരെ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, ശ്രീലങ്കൻ തീരം, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള തീരത്ത്, വടക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 മുതൽ 0.5 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യത ഒഴിവാക്കണമെന്നും ഈ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്. നടൻ സൽമാൻ ഖാന്റെ ഫാം ഹൗസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. ഇരുവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിന് കൈമാറി. മഹാരാഷ്ട്ര പൻവേലിലെ ഫാം ഹൗസിലാണ് സംഭവം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, ഈ ബോളിവുഡ് താരങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തുക ഫാൻസിന്റെ ഒരു സ്വഭാവമാണ്. അത്തരത്തിൽ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണോ എത്തിയത്, അതോ മറ്റ് വല്ല കാരണവുമാണോ ഇതിനു പിന്നിൽ? മുംബൈയിൽ നടൻ സൽമാൻ ഖാന്റെ ഫാം ഹൗസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അജേഷ് കുമാർ, ഓം പ്രകാശ്, ഗുരുകേശ്വർ സിംഗ്, തേജ് സിംഗ് സിഖ് എന്നീ 2 പേരാണ് അറസ്റ്റിലായത്. ഇരുവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മഹാരാഷ്ട്ര മുംബൈയിലെ പൻവേലിലെ ഫാം ഹൗസിലാണ് ഇവർ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത്. വിശദാംശങ്ങളുമായി നിതിൻ ചേരുകയാണ്. നിതിന്, സാധാരണ ഈ ബോളിവുഡ് നടന്മാരുടെയൊക്കെ വീട്ടിൽ, അത് ഷാരൂഖ് ഖാന്റെ മന്നത്ത് എന്ന് പറയുന്ന വീട്ടിലാണെങ്കിലും ഒക്കെ പലപ്പോഴും ആരാധകർ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലൊരു സംഭവമാണോ ഇതും? ക്രിസ്റ്റീന, പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരമൊരു സംഭവമായിട്ട് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നേരത്തെ അടക്കം സൽമാൻ ഖാന്റെ പല ഭീഷണികളും ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 പേരെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. അജേഷ് കുമാർ, ഓം പ്രകാശ് ഗിൽ, അതോടൊപ്പം തന്നെ ഗുരുസേവക് സിംഗ്, തേജ് സിംഗ് എന്നീ 2 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. പൻവേൽ പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിർത്തി വേലിയോട് ചേർന്നുള്ള മരത്തിൽ കയറിയാണ് ഇരുവരും സൽമാൻ ഖാന്റെ ഫാം ഹൗസിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടുകയും പിടികൂടിയ ഘട്ടത്തിൽ ഇവർ വ്യാജ ID കാർഡാണ് അവിടെ സമർപ്പിച്ചത്. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 2 പേരും പോലീസിനോട് അറിയിച്ചിരിക്കുന്നത് തങ്ങൾ സിനിമാക്കാരെ കാണാനായി മുംബൈയിലെത്തിയതാണ്, സൽമാൻ ഖാന്റെ കടുത്ത ആരാധകരാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. മാത്രമല്ല ഇരുവരും ഇതര സംസ്ഥാനത്തുള്ള ആളുകളാണെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്ന വിവരം. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം. ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട്. ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. ഇനി കൊല്ലത്ത് നിന്ന് കലോത്സവ വാർത്തകളിലേക്കാണ്. കലോത്സവത്തിന് ഇന്ന് കൊടിയിറക്കം. അപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മളൊരു മത്സരാർത്ഥികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അത് കഥാപ്രസംഗത്തിന് A ഗ്രേഡ് നേടിയ APPM VHSSലെ അവണീശ്വരം കൊട്ടാരക്കരയിലെ കുട്ടികളാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് മക്കളെ, ഹൗ ആർ യു? ഫൈൻ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? A ഗ്രേഡ് ഉണ്ട്, സന്തോഷം. ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോഴേ ഒരുപാട് കഴിവുകൾ നമ്മൾ മിക്സ് ചെയ്തുള്ളൊരു കലാരൂപമാണല്ലോ. അതായത് നമുക്ക് പാട്ട് പാടാൻ അറിയണം, അതേപോലെ തന്നെ ശബ്ദവിന്യാസം കൊണ്ട് ആ കഥയിലെ ഓരോ ഭാവങ്ങളും നമ്മൾ കാണികളിലേക്ക് എത്തിക്കുകയും വേണം, മുഖഭാവം അതിനനുസരിച്ച് മാറണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കഥാപ്രസംഗത്തോട് തന്നെ താല്പര്യം തോന്നാൻ എന്താ കാര്യം?
കഥാപ്രസംഗത്തിനോട് താല്പര്യം എനിക്ക് തോന്നി തുടങ്ങിയത് ഈ കലോത്സവത്തിൻ്റെ സമയത്തായപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ ഒരു നിർബന്ധം മൂലമാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിലോട്ട് ചുവട് വെച്ചത്. പക്ഷേ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്റ്റേറ്റ് വരെ എത്തുമെന്ന് വിചാരിച്ചില്ല. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ എന്തായാലും ഇഷ്ടമാണല്ലോ അല്ലേ? എല്ലാവരുടെയും പേരൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞോ. എൻ്റെ പേര് ഭാമ രഞ്ജിത്ത്. പിന്നെ തബല വായിക്കുന്നത് ദീപക് കൃഷ്ണൻ, ഹാർമോണിയം വായിക്കുന്നത് നന്ദനുണ്ണി, സിംബൽ ആൻഡ് ചിപ്സ് വായിക്കുന്നത് തോംസൺ, പിന്നെ വയലിൻ വായിക്കുന്നത് കാശിനാഥൻ. അപ്പൊ ആ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ആ ഓക്കെ. തികഞ്ഞ ശൂന്യത. അമ്മയും 2 കുഞ്ഞുങ്ങളും. തന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ മാറോടക്കി അമ്മയും കിടക്കും. പാവം പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ. ഇനി അവരുടെ ഭാവി എന്ത്? അവരെ എങ്ങനെ വളർത്തും? ആശകളെല്ലാം നശിച്ചു മനസ്സിൽ, പാഴ്കിനാവുകൾ നിറഞ്ഞു നിന്നോ. ആശ്രയമില്ലിനി ജീവിതത്തിൽ, അഭയമരുളുവാൻ ആരുമില്ല, അഭയമരുളുവാൻ ആരുമില്ല. കുട്ടികളുടെ വിശപ്പടക്കാൻ എന്ത് ചെയ്യും? അവൾ പല വാതിലുകളും മുട്ടി, പക്ഷെ ആരും അവളുടെ കണ്ണുനീർ കണ്ടില്ല. ആമാശയഭിത്തികളെ വിശപ്പ് കാർന്നു തിന്നുന്നു. പ്രത്യയശാസ്ത്രങ്ങളുടെ ഉദയത്തിനും പതനത്തിനും കാരണമായ വിശപ്പ്. ആ വിശപ്പവളുടെ സന്മനോഭാവങ്ങളെ വരിഞ്ഞു മുറുക്കി. ചെറുപ്പം വിട്ടുമാറിയിട്ടില്ലാത്ത അവളുടെ മുഖം ഒളി കണ്ണുകളോട് കൂടി നോക്കാൻ ആളുകളുണ്ടായി. സൈനബ മറ്റൊരാളായി മാറി. രാത്രിയുടെ നിശബ്ദതയിൽ വീടിന് മുൻപിലേക്ക് നിഴലുകൾ പതുങ്ങി പതുങ്ങി എത്തുവാൻ തുടങ്ങി. അടുപ്പിൽ വീണ്ടും തീ പുകഞ്ഞു. പക്ഷേ അവൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചറപ്പില്ലായ മീനായ തമ്പുരാന്, എന്നോട് പൊറുക്കണേ. കാലം കടന്നുപോയി. സൈനബ 3ാമതും ഒരു കുഞ്ഞിന് ജന്മം നൽകി. കണ്ടാലൊരു മനുഷ്യക്കുട്ടിയാണെന്ന് തോന്നുകയില്ല. ഓതുപോലൊരു കുഞ്ഞ്. ഒരു ദിവസം വീട്ടുടമസ്ഥൻ വീട്ടിലേക്ക് കയറി വന്നു. എടി 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 പിഴച്ചു പറ്റവളെ, ഈ നിമിഷം നീ ഇവിടെ നിന്നിറങ്ങണം. നങ്ങശം പിടിച്ച് നിന്നെ അവിടെ താമസിപ്പിച്ചാ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഈ നിമിഷം നീ ഇവിടെ നിന്നിറങ്ങണം. പ്രിയമുള്ളവരെ, ആർക്കാണ് പിഴച്ചത്? സൈനബയോ? അതോ അവളുടെ ഭർത്താവോ? അതോ അവളെ അഴുക്കച്ചാലിലേക്ക് വലിച്ചെറിഞ്ഞ സമൂഹമോ? ആർക്കാണ് പിഴച്ചത്? പരീക്ഷണയായി സൈനബ തന്റെ മക്കളും ഉത്തിറങ്ങി. അറ്റമില്ലാത്ത പാത അവൾക്ക് മുൻപിൽ നീണ്ടു കിടക്കുന്നു. ഇരമ്പുന്ന പട്ടണം. ഒരു പീഠകത്തിന്മേൽ അവർ അഭയം തേടി. പിറ്റേ ദിവസം ഉണർന്നു നോക്കുമ്പോൾ തന്റെ മൂത്ത 2 കുഞ്ഞുങ്ങളെ കാണാനില്ല. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞുങ്ങൾ അവരോട് പോയി. അയ്യോ എന്റെ മക്കൾ, മക്കളെ നിങ്ങൾ എവിടെ പോയടാ? തന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് ആ തെരുവ് മുഴുവൻ അമ്മ അലഞ്ഞു നടന്നു. പക്ഷേ എങ്ങും കണ്ടെത്താനായില്ല. ആ കുഞ്ഞുങ്ങളെ നമുക്കിന്ന് കാണാം. കോഴിക്കോട് പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ചെല്ലുമ്പോൾ, ചേട്ടാ വല്ലതും തരണ ചേട്ടാ, എന്തെങ്കിലും കഴിച്ചിട്ട് 2 ദിവസമായി. അമ്മ വല്ലതും അമ്മ, വിശക്കുന്നു. അവൾ ആ കടത്തിണ്ണയിൽ തളർന്നിരുന്നു. ഇളയ കുഞ്ഞിന്റെ ചെവി തുളയ്ക്കുന്ന കരച്ചിൽ അവരുടെ നെഞ്ചിലേക്ക് കുത്തിക്കയറുന്നു. എനിക്ക് വയ്യ. അവളുടെ കൈകൾ കുഞ്ഞിന്റെ മാറിലമർന്നു. സാവധാനം അത് മേലോട്ട് നീങ്ങി. അവളുടെ കൈകൾ കുഞ്ഞിന്റെ കഴുത്തിൽ മുറുകുന്നു. കണ്ണു തുറച്ച് വാ പൊളിച്ചു. ആ കുഞ്ഞിന്റെ ശബ്ദം, ആ കുഞ്ഞിന്റെ ശബ്ദം എന്നേക്കുമായി നിലച്ചു. ശരി, എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു. 24-നൊപ്പം ചേർന്നതിന് താങ്ക്സ്. ഇനി നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് പ്രവതാലക്ഷ്മിയും ഷഹദ് റഹ്മാനുമുണ്ട്. അവരിലേക്ക്. കലക്കൻ കൊല്ലം അങ്ങനെ പൊടി പൊടിക്കുകയാണ് പ്രവിത. അപ്പം ഇനി ആവേശം അല്ലെങ്കിൽ സസ്പെൻസ് നിറഞ്ഞ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ.
സസ്പെൻസ് ഉണ്ടോ ഷഹദ്? എനിക്ക് തോന്നുന്നു അവസാനത്തെ പോയിന്റ് നില വരുമ്പോൾ കണ്ണൂർ ജില്ലയാണ് മിക്കവാറും ട്രോഫി കൊണ്ടുപോകാനുള്ള സാധ്യത. 942 പോയിന്റുമായി കണ്ണൂർ ജില്ല ലീഡ് ചെയ്യുന്നു എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല ഷഹദ്, വാശിയേറിയ പോരാട്ടമാണ് എല്ലാ മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതിപ്പം ഒരു ജില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഈ ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരാർത്ഥികൾ ആരും ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളൊന്നുമല്ല. അതാത് ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ വരുന്നു എന്നേ ഉള്ളൂ. ആ ഗ്രൂപ്പ് ഐറ്റംസ് പോലും സ്കൂൾ എന്ന ഒരൊറ്റ ചിന്തയോടെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എന്നുള്ള ചിന്തയോടെ വരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവസാന മാർക്ക് ട്രോഫി കിട്ടുന്നു എന്നുള്ളത് ആ എല്ലാവരും ചേർന്നുള്ള പ്രകടനം, അവർ എത്ര പോയിന്റ് നേടി എന്നുള്ളത്, അവസാനം ആ ജില്ലയ്ക്ക് ഒരു ട്രോഫി കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇത് മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും ഒരൊറ്റ ഫലം കൂടി വരാനുണ്ട്. കാരണം ഇപ്പോഴും ഈ ഒരു ഇനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇനത്തിൽ എന്തായിരിക്കും ഫലം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ജില്ലയാണ് ഇത്തവണ കപ്പ് കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കായിരുന്നു. എന്താ അറിയോ, മഴ പെയ്യോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചെറുതായിട്ടൊരു ചാറ് തുടങ്ങുന്നുണ്ട്. ഇതേ സമയത്താണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ആവേശം അതിനൊട്ടും തന്നെ കുറവില്ല. അപ്പൊ നമുക്കൊപ്പം ഇപ്പം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കുറച്ച് കുട്ടികളുണ്ട് അല്ലേ? അതെ, വഞ്ചിപ്പാട്ടാണ്. ഈ കുട്ടികളോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ഹായ്, എന്താ പേര് മോളുടെ? ഋതിക. ഋതിക ഏത് സ്കൂളിൽ നിന്നാണ്, ഏത് ജില്ലയിൽ നിന്നാണ്? നടക്കാവ്, കോഴിക്കോട്. നിങ്ങൾ ഇതിനു മുൻപും വഞ്ചിപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് നിങ്ങളുടെ സ്കൂളിന് സെലക്ഷൻ കിട്ടുന്നത് അല്ലേ? അതെ. എത്രാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ? 8th, 9th, 10th ഉണ്ട്. ഓക്കെ, 8, 9, 10 3 ക്ലാസ്സിലുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പം കോഴിക്കോട് നിന്ന് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം കോഴിക്കോടും കണ്ണൂരും തമ്മിലാണ് മത്സരം. ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് 2 ജില്ലകളും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം ഇവരുടെ പെർഫോമൻസ് കാണാം അല്ലെ? നമുക്ക് വഞ്ചിപ്പാട്ട് കണ്ടിട്ട് മടങ്ങി വരാം. ബഹുമാന്യരെ, ശ്രീ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികളാണ് ഞങ്ങളിവിടെ കുട്ടനാടൻ ശൈലിയിൽ വഞ്ചിപ്പാട്ടായി അവതരിപ്പിക്കുന്നത്. ശരിക്കും ഒരു വള്ളംകളി കണ്ട ഫീൽ അല്ലേ? അതെ അതെ, നല്ല എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഒരേ എന്താ പറയുക എനർജിയോടെ അത് ചെയ്തു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾക്ക് എ ഗ്രേഡ് അല്ലേ? എ ഗ്രേഡ് വിന്നേഴ്സ് ആണ് അല്ലേ? മോളുടെ പേരെന്താ? നിവേദ്യ. നിവേദ്യ മോളാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്? ആണ്. ഇതിന് മുൻപ് വല്ല പ്രാക്ടീസ് ഉണ്ടോ ഇങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്യാൻ? എന്താ കാരണം? അങ്ങനെയൊന്നുമില്ല, മിസ് വിളിച്ചപ്പം പോയി, പിന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പം പ്രവിത എന്തായാലും ആവേശം അങ്ങ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുവാണ്. ആവേശം ആരോടെ എത്തി. ഇപ്പൊ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ പ്രധാന വേദിയിൽ സമാപന സമ്മേളനം ആരംഭിക്കും. സമാപന സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണത്തെ സമാപന സമ്മേളനത്തിന് എത്തുന്നത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്ന മമ്മൂട്ടിയാണ്. അപ്പം അല്പസമയത്തിനകം അദ്ദേഹത്തോടൊപ്പം മറ്റ് വിശിഷ്ടാതിഥികളെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. 4:30 സമാപന സമ്മേളനം ആരംഭിക്കുക. പക്ഷേ ഇപ്പോഴും ഒരു സംശയം, മഴ വില്ലനാകുമോ എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. ഇത്രയും നേരം ഇവിടെ ഭയങ്കര ചൂടായിരുന്നു, നിൽക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പക്ഷേ ഇവിടെ ചെറുതായിട്ട് ഇപ്പോൾ മഴ ചാർന്നു. പക്ഷേ അതൊന്നും കൊല്ലംകാരുടെ ആവേശത്തിന് യാതൊരു തരത്തിലുള്ള കുറവും വരുത്തുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ ഗ്രൗണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പൂഴിയിട്ടാൽ താഴാത്തത്ര ആളുകൾ, നിറയെ ആളുകളാണ് സമാപന സമ്മേളനത്തിനായി അതിന് പങ്കുചേരാനായി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്താം. അത്രയധികം ആളുകളാണ് ഇവിടേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. മിക്കവാറും കപ്പ് കൊണ്ടുപോകാൻ സാധ്യത കണ്ണൂർ ജില്ല തന്നെയാണ്. അതിന് കാരണം നാടക മത്സരത്തിന് അപ്പീലുമായി എത്തി കണ്ണൂർ ജില്ലയിൽ നിന്ന് മറ്റൊരു സംഘം എന്നുള്ളതാണ്. പലപ്പോഴും അപ്പീലുകൾ ഈ പോയിന്റുകൾ നിശ്ചയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാറുണ്ട്. എത്രത്തോളം അപ്പീലുകൾ വരുന്നുണ്ടോ, എത്രത്തോളം സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടോ, അതനുസരിച്ച് പോയിന്റ് നില മാറി മറിയും. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ MLA-മാരും ഒക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം അതാണ്. കാരണം മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ അപ്പീലുകളുടെ ഒരു പ്രളയം ഇത്തവണ ഉണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം പല കുട്ടികളും അതായത് സ്റ്റേജിലേക്ക് കയറാൻ റെഡിയായി നിൽക്കുകയാണ് കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടാൻ വേണ്ടി. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് ഉടൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ റെഡിയായി നിൽക്കുന്ന കുട്ടികൾ ഒരുപാട് പേരെ കണ്ടു അല്ലേ. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പെർഫോമൻസിലേക്ക് പോയാലോ. നമ്മളോടൊപ്പം ഒരു മിടുക്കി നിൽപ്പുണ്ട്. മോളെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന കുട്ടിയാണോ? അല്ല. ഇത് ഉണ്ടോ? ഇത് റിംഗ് ഡാൻസ് എന്താണ് ഇത് പറയുന്നത്? ഇത് ഹൂലാ ഹൂപ്പിംഗ് ആണ്. ഹൂലാ ഹൂപ്പിംഗ് ആണ്. അപ്പം ഹൂലാ ഹൂപ്പ് വെച്ചിട്ടൊരു ഡാൻസ്. മോളുടെ പേരെന്താ? അഹാന ബിജു. എവിടെന്നാ വരുന്നത്? കൊല്ലം പരവൂർ CHSS ഭൂതക്കുളം. അതെ ഷഹദ്, അപ്പൊ ഒരു കൊച്ചു മിടുക്കിയാണ്. എനിക്ക് എത്രാം ക്ലാസ്സിലാണെന്ന് കൂടി അറിയാനൊരു ആഗ്രഹമുണ്ട്. എത്രാം ക്ലാസ്സിലാ? 8th. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഇവിടെ പെർഫോമൻസിന് വന്നാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ആ പെർഫോമൻസ് കാണാം. അതിനുശേഷം ബാക്കി കലോത്സവ വിശേഷങ്ങൾ. അതെ. चमकनी गुलाबी शरारा, अरे चुनरी तेरी चमकनी गुलाबी शरारा. गुलाबी शरारा, गुलाबी शरारा. भली शिड़ाई भली कड़ाई कुटुंब जरा झपकना, भली झुलीरा डोरों की सुट बजारा लटकना. हाँ भली शिड़ाई भली कड़ाई खुट में प्यारा झपकना, भली झुलीरा डोरों की सुट बजारा लटकना. एक जोड़ी में खर्च जरा 4,000, एक जोड़ी में खर्च जरा 4,000. अरे चुनरी तेरी आए हाय चुनरी तेरी चमकनी गुलाबी शरारा, चुनरी तेरी चमकनी गुलाबी शरारा. ठुमक ठुमक जब हिट जाए तू पहाड़ी बाटों माँ, छम छम पायल घुंघरू बाजन तेरे खुटमा. ठुमक ठुमक जब हिट जाए तू पहाड़ी बाटों माँ, छम छम पायल घुंघरू बाजन तेरे खुटमा. लाल प्यार कंगना हाथों में चूड़ी छनहरा, लाल प्यार कंगना हाथों में चूड़ी छनहरा. चुनरी तेरी आए हाय चुनरी तेरी चमकनी गुलाबी शरारा, अरे चुनरी तेरी चमक
നല്ലൊരു കൈഡി കൊടുക്കൂ. ഈ മോള് നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതല്ല, പക്ഷെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മോള് സ്റ്റേറ്റ് സിലബസ് ആണോ CBSE ആണോ? സ്റ്റേറ്റ് സിലബസ്. അതായത് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന്, നമ്മുടെ ഒരു ഫാമിലിയിലെ കുട്ടിയാണ്. അതായത് നമ്മുടെ ഫ്ലവേഴ്സിലെ ഏറ്റവും ജനപ്രിയ ഷോ ആയിട്ടുള്ള നമ്മുടെ ഏത് റിയാലിറ്റി ഷോയിലെ വന്ന് കോമഡി ഉത്സവത്തിൽ വന്ന് പെർഫോം ചെയ്ത കുട്ടിയാണ്. പിന്നെ അതിനൊക്കെ അപ്പുറത്ത് ദേശീയ ഗെയിംസ് അല്ലെ, സ്കൂൾ ദേശീയ ഗെയിംസില് 2023-24 വർഷത്തിൽ ഏതിനത്തിലും നമ്മൾ പങ്കെടുത്തത്? റിതമിക് ജിംനാസ്റ്റിക്സിൽ. ഓക്കെ, അപ്പം ചില്ലറക്കാരിയല്ല. അല്ല, അത് ആ പ്രകടനം കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ മോളെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വീണ്ടും കാണാം. അപ്പോ ആ മിടുക്കിയുടെ പെർഫോമൻസിന് ശേഷം നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത് ഷാദ്? ഇനി നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും പലയിടങ്ങളിൽ പല ബഹളം കാണാം നമ്മുടെ പുറകിൽ അല്ലേ. ഭയങ്കര രീതിയിലുള്ള ബഹളമാണ്. കാരണം ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒന്ന്, ആരാണ് വിന്നർ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഇടയിലുണ്ട്. മറ്റൊന്ന്, മമ്മൂട്ടി എന്നൊരൊറ്റ ഒരാളെ ലക്ഷ്യം വെച്ചിട്ടും വരുന്ന കുറെ ആളുകളുണ്ട്. മമ്മൂട്ടി എത്തുന്നുണ്ട്, ഒപ്പം പ്രതിപക്ഷ നേതാവും സതീശനും എത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത്, അതായത് 24 ഇത്തവണ ചില സർപ്രൈസുകളൊക്കെ ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചു പേർക്കൊക്കെ നമ്മൾ ആ സമ്മാനം കൊടുക്കുകയും ചെയ്തു. അതെ, ഇവിടെ പവലിയനിൽ വന്ന് നമുക്ക് നമ്മുടെ 24ന്റെ പ്രേക്ഷകർക്ക് വേണ്ടി കലാപ്രകടനം നടത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില ഭാഗ്യവാന്മാരായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നുണ്ട്. 24ഉം അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പും ചേർന്നാണ് ഈ സമ്മാനം നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് ഈ ആർക്കാണ് സമ്മാനം ലഭിക്കുന്നത് എന്നൊക്കെ തിരഞ്ഞെടുത്തത്. എന്തായാലും അവർക്ക് അതിൽ തിരഞ്ഞെടുത്ത ചിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചിലർ ഓൾറെഡി പോയി കഴിഞ്ഞു, അവരുടെ മത്സരമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോയി. അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ ബ്യൂറോസ് വഴിയാണ് നമ്മളത് വിതരണം ചെയ്യുക. അല്ലാതെ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നവർക്ക് നമ്മൾ അതിനെ നേരിട്ട് സമ്മാനം കൊടുക്കുകയാണ്. അങ്ങനെ 2 പേർക്ക് നമ്മളിപ്പോൾ ആ സമ്മാനം കൈമാറും. അതെ, അപ്പം ആ ഭാഗ്യശാലി ആദ്യത്തേത് എന്ന് പറയുന്നത് കാസർഗോഡ് നിന്നുള്ള ആളാണ്. സൂര്യ കിരൺ എന്നാണ് പേര്. ഇവിടെ ഉണ്ടോ സൂര്യകിരൺ? സൂര്യകിരൺ എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ചു നേരം മുന്നേ ആണല്ലോ ഇവിടെ ഫോക്ക് ഡാൻസ് വന്ന് അവതരിപ്പിച്ചത്. മേക്കപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുക. അതെ, സൂര്യകിരൺ വിചാരിച്ചിരുന്നോ ഇങ്ങനെ സമ്മാനം അടിക്കുന്നു? ഒട്ടും പ്രതീക്ഷിച്ചില്ല. എഴുതി കൊടുക്കാൻ പറഞ്ഞ കൊടുത്തു, വേഗം പോവേണ്ടി വന്നു. അങ്ങനെ പോകാൻ അപ്പൊ എന്തായാലും ഭാഗ്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. ലോട്ടറിയും കൂടി എടുത്തോളൂ. അപ്പം ഇത്തവണ ഇവിടെ കൊല്ലത്ത് വന്ന് കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം മാത്രമല്ല ഒരു ഗോൾഡ് കോയിനുമായിട്ടാണ് സ്വന്തം നാടായ കാസർഗോട്ടേക്ക് പോകുന്നത്. അപ്പം പ്രവൃത്തി നമുക്കിത് കൊടുത്താലോ? തീർച്ചയായിട്ടും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു കൈയടി കൊടുക്കൂ. ഓക്കെ, അപ്പം നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഇനി ഒരാൾ കൂടിയുണ്ട്, ഭാഗ്യശാലി എന്ന് പറയുന്നത്. എനിക്കൊന്ന് അത് പ്രവൃത്തി വായിക്കും. ഗൗരി എം. ഗൗരി കൊല്ലംകാരി തന്നെയാണ്. GHSS കൊട്ടാരക്കര. ഹായ് ഗൗരി, കൺഗ്രാറ്റുലേഷൻസ്. കൊല്ലത്ത് വന്ന് കലോത്സവം നടത്തി. കൊല്ലത്ത് നിന്ന് നമ്മൾ ഏത് വിഭാഗത്തിലൊന്ന് പങ്കെടുത്തേ? ഞാൻ സംഘഗാനത്തിനുണ്ടായിരുന്നു, തിരുവാതിരക്കുണ്ടായിരുന്നു. A ഗ്രേഡ് ഉണ്ട്. 2 A ഗ്രേഡ് ഉണ്ട്. പ്ലസ് ഇപ്പൊ ഒരു സ്വർണ്ണ നാണയം കൂടി സമ്മാനമായിട്ട് കിട്ടുകയാണ്. അതെ, ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് നമ്മുടെ കൂപ്പൺ ഫിൽ ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 40 പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത്. അതിൽ ഒരു ഭാഗ്യശാലിയാണ് ഗൗരി. ഗൗരി, ഇപ്പൊ ഈ സ്വർണ്ണ നാണയം കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഇനിയിപ്പം മത്സരത്തിന്റെ ഫലം വന്നു, A ഗ്രേഡ് ഉണ്ട്. മൊത്തത്തിൽ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഒത്തിരി ഹാപ്പിയാണ്. കൊട്ടാരക്കരയ്ക്ക് പോകുന്നത് ഈ സന്തോഷത്തോടെയുള്ള നല്ല ഓർമ്മകളുമായിട്ടാണ് അല്ലേ? ആണ്. അതെ. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു. അപ്പൊ അവസാന വർഷ കലോത്സവ ഓർമ്മകളൊക്കെയാണ്. അപ്പം അതെന്തായാലും എന്നും മെമ്മറബിൾ ആകട്ടെ. അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കാം. അൽ മുക്താദിർ ഗ്രൂപ്പും 24ഉം ചേർന്ന് നൽകുന്ന 1 ഗ്രാം സ്വർണ്ണ നാണയം. അപ്പം സന്തോഷം, അപ്പം ഹാപ്പി അല്ലേ? എല്ലാം കൊണ്ട് ഹാപ്പി അല്ലേ? അതെ, ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഇത്തവണത്തെ കൊല്ലത്തെ കലോത്സവത്തിൽ നിന്ന് ഓരോ പ്രതിഭകളും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത്. A ഗ്രേഡ് ഉണ്ട്, ഒപ്പം തന്നെ സ്വർണ്ണ നാണയമുണ്ട്. വിവിധ മാധ്യമങ്ങളുടെ സ്റ്റാളുകളിൽ പ്രകടനങ്ങൾ, അവരുടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. ഞാൻ ആലോചിക്കായിരുന്നു ഷാദ്, പണ്ടൊക്കെ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഇത്രയല്ല, നമുക്ക് പത്രങ്ങളിലൂടെയാണ് കൂടുതലായും ഇത്തരത്തിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ അതും 1, 2, 3 സ്ഥാനം കിട്ടുന്നവർക്ക് മാത്രമേ അങ്ങനെ ഫോട്ടോ ഒക്കെ